കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെയൊക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഉണ്ണിമോളും ഗിരിദേവനും അത് ബാബനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ബ്രഹ്മരക്ഷസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ ബാബരോട് പറഞ്ഞു, അതെ ആ തേവാരപ്പുര തുറക്കണ്ട കേട്ടോ, എനിക്ക് പേടിയ ബ്രഹ്മരക്ഷസിനെ. അല്ലെങ്കിൽ ഈ ബ്രഹ്മരക്ഷസ് എന്തിനാ പാവം തമ്പുരുമോളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? തമ്പുരുമോളുടെ പുറകെ നടക്കുന്നത് എന്തിനാ? ശരിക്കും ഇവിടെ തെറ്റ് ചെയ്ത് ആരാ ഗിരിദേവ? ആ കാര്യസ്ഥന്റെ മോളും അല്ലേന്ന് ചോദിക്കുകയാണ്. കാര്യസ്ഥന്റെ മോള് ആ സ്വർണ്ണ ബിസ്ക്കറ്റ് ഒക്കെ തമ്പുരിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതുകൊണ്ടല്ലേ തമ്പുരിന്റെ അച്ഛൻ ആ തേവാരപ്പുര തുറന്നതും അവിടുന്ന് തമ്പുരിന്റെ തലയിൽ ആ ലോക്കറ്റൊക്കെ വീണത്. അപ്പൊ ശരിക്കും ശിക്ഷ കിട്ടേണ്ടത് ആർക്കാ? കാര്യസ്ഥന്റെ മോൾക്കും കാര്യസ്ഥനും അല്ലേ? എന്നിട്ട് തന്നെ അവരെ ദൈവങ്ങളാരും ശിക്ഷിക്കാത്തെ? ബ്രഹ്മരക്ഷസ് എന്താ അവരുടെ പുറകെ പോകാത്തെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ബാബര് പറഞ്ഞു, ഉണ്ണിമോള് പറഞ്ഞ ചോദ്യം ന്യായമാണ്, അതിന് ഉത്തരം നൽകു ഗിരിദേവ എന്ന് പറയാണ്. ഗിരിദേവൻ പറഞ്ഞു, അതെ ബ്രഹ്മരക്ഷസ് കാക്കുന്ന നിധിയല്ല കാര്യസ്ഥന്റെ മോള് കൈക്കലാക്കിയത്, അത് തമ്പുരുവിന്റെ അച്ഛന്റെ പണമല്ലേ, സ്വർണ്ണമല്ലേ കൈക്കലാക്കിയത്. അതുകൊണ്ട് അതിന്റെ പുറകെ പോകേണ്ട ആവശ്യം ബ്രഹ്മരക്ഷസിനില്ല. ബ്രഹ്മരക്ഷസിന്റെ നിധി കൈക്കലാക്കിയത് തമ്പുരുവാണ്, അതുകൊണ്ടാണ് തമ്പുരുവിന്റെ പുറകെ പോയത്. എന്നാൽ ശരിയാണോ ഗിരിദേവ? ഈ ദൈവങ്ങൾ എന്നാ തമ്പുരുവിന്റെ പ്രാർത്ഥന കേൾക്കാത്ത? തമ്പുരു ഒരു തെറ്റും ചെയ്യാതെ തമ്പുരു എന്തിനു ശിക്ഷ അനുഭവിക്കുന്നേ? ഞാൻ ചോദിച്ച് ശരിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അവരും പറഞ്ഞു, ശരിയാണ്, തമ്പുരു ചോദിച്ച് ശരിയാണ്. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, അവർക്കുള്ള ശിക്ഷ കിട്ടിക്കോളും, കാര്യസ്ഥനും മോൾക്കുള്ള ശിക്ഷ കിട്ടിക്കോളും, അത് ദൈവം കൊടുത്തോളായിരിക്കും എന്ന് പറയാണ്. ഈ സമയത്ത് ബ്രഹ്മരക്ഷസ് ഹാളി വന്നിരിക്കുന്നുണ്ടായിരുന്നു. അയ്യപ്പസ്വാമിക്ക് അത് മനസ്സിലായി, ബ്രഹ്മരക്ഷസ് അവിടെ വന്നിരിപ്പുണ്ടെന്ന്. പെട്ടെന്ന് ഗിരിദേവൻ എന്ത് ചെയ്യാണ്, ഒന്ന് കണ്ണടച്ച് കഴിയുമ്പോഴത്തേനും അവിടെ ഒരു കുങ്കുമച്ചപ്പ് വരുവാണ്. എന്നിട്ട് ഉണ്ണിമോളോട് ഈ കുങ്കുമച്ചപ്പ് എടുത്തോളം പറയാ. ഉണ്ണിമോൾക്ക് പേടിയായി. ഉണ്ണിമോള് പറഞ്ഞു, വേണ്ട. അതെന്താ വേണ്ട? ഇവിടുന്ന് എന്തേലും എടുത്തിട്ടുണ്ടെങ്കിലേ ബ്രഹ്മരക്ഷസ് ഇനിയിപ്പോ എന്റെ കൂടെ ആയിരിക്കും, എന്റെ പുറകെ ആയിരിക്കും വരാൻ പോകുന്നത്, എനിക്കത് വേണ്ടാന്ന് പറയണം. ഉണ്ണിമോൾ അങ്ങനെ പറയണ്ട, ധൈര്യമായിട്ട് എടുത്തോ എന്നും പറഞ്ഞ് ഗിരിദേവൻ അതങ്ങോട്ട് എടുക്കുവാണ്. അതങ്ങ് തുറന്നിട്ട് പറഞ്ഞു, ദേ ഇതിനകത്തുനിന്ന് കുറച്ച് കുങ്കുമം എടുത്ത് നെറ്റി തൊട്ടോളാൻ പറയണം. അതെന്താ ഗിരിദേവ? ഇത് ദേവിയുടെ കുങ്കുമ, ഇത് വേറെ ആരുടെ അല്ല, അത് ഇവിടുത്തെ അല്ല. തേവാരപ്പുരയിൽ ഇരിക്കുന്ന സാധനങ്ങൾ എടുത്താൽ മാത്രമേ ബ്രഹ്മരക്ഷസ് നമ്മളെ പിന്തുടരുള്ളൂ. അതുകൊണ്ട് ഉണ്ണിമോള് അതൊന്നോർത്ത് ഭയപ്പെടണ്ട, ഇതിനകത്തുനിന്ന് എടുത്ത് അല്പം തൊട്ടോളൂ, നമ്മുടെ പുറകെ ഒരു ദുഷ്ടശക്തികൾക്കും വരാൻ സാധിക്കില്ല, ധൈര്യമായിട്ട് തൊട്ടോളൂ, ദേവിയുടെ കുങ്കുമം അല്ലെന്ന് പറയാണ്. ഉണ്ണിമോൾ അതിനകത്തുനിന്ന് അല്പം എടുത്ത് ചാർത്തുവാണ്. ഈ സമയത്ത് ഉണ്ണിമോള് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അപ്പുറത്തൊരു അപ്പൂപ്പൻ ഇരിക്കുന്നത് കണ്ടു. അല്ല, അവിടെ ഒരു അപ്പൂപ്പൻ വന്നിരിക്കുന്നുണ്ടല്ലോ. അപ്പൂപ്പൻ ഈ മനയെ കാണാൻ വന്നാണോ അതോ ഇവിടുത്തെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ വന്നാണോ, ഇവിടുത്തെ താമസക്കാരനാണോ എന്ന് ഗിരിദേവനോട് ചോദിക്കുക. ഗിരിദേവൻ പറഞ്ഞ അറിയില്ല. ഉണ്ണിമോൾ ഒന്ന് പോയി ചോദിച്ചു വെക്കാൻ പറയാണ്. ശരിയാ, ഞാൻ പോയി ചോദിച്ചു വെക്കാല്ലേ. കണ്ടിട്ട് ഈ മനയെ താമസിക്കാൻ വന്നാന്ന് തോന്നുന്നേ, അതോ ഇനിയിപ്പോ മനയിലെ ആരും ആണോ? അതറിയത്തില്ല ഉണ്ണിമോളെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ന് പോയി അപ്പൂപ്പനോട് ചോദിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞു ഉണ്ണിമോൾ അങ്ങോട്ട് ചെല്ലുവാണ്. ഉണ്ണിമോൾ ചെന്നിച്ചപ്പോ ബ്രഹ്മരക്ഷസ് ഇങ്ങനെ ഇരിക്കുക. ഉണ്ണിമോൾക്ക് ഒരു അപ്പൂപ്പനെ പോലെ തോന്നിയത്. അപ്പൂപ്പൻ ഈ മനയെല്ലാം ചുറ്റിക്കിടന്ന് കാണാൻ വന്നാണോ അതോ ഇനിയിപ്പോ മനയിലെ ആരിലും ആണോ എന്ന് ചോദിക്കണം. ഒന്നും മറുപടി ഒന്നും പറഞ്ഞില്ല. എന്താ അപ്പൂപ്പൻ മിണ്ടാത്തേ? ഞാൻ ചോദിച്ചാൽ എന്താ അപ്പൂപ്പൻ മറുപടി പറയാത്തേന്ന് ഉണ്ണിമോള് ചോദിക്കുകയാണ്. അപ്പോഴും ബ്രഹ്മരക്ഷസ് ഒന്നും മിണ്ടിയില്ല. ഈ സമയത്ത് വാവരി ചോദിച്ചു, അല്ല ഒരു സംശയം ഉണ്ടായി കാണുമായിരിക്കും ഈ സമയത്ത് ബ്രഹ്മരക്ഷസിന്. കാരണം ഉണ്ണിമോൾക്ക് എങ്ങനെ കാണാൻ സാധിക്കും എന്നുള്ള, തമ്പുരിന് മാത്രമേ കാണാൻ കഴിയുണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഉണ്ണിമോൾക്ക് എങ്ങനെ ഇപ്പം അയാളെ കാണാൻ പറ്റുന്നൊരു സംശയം. ഗിരിദേവൻ പറഞ്ഞു, അതുകൊണ്ടല്ലേ ഞാൻ ആ കുങ്കുമം തൊട്ടു കൊടുത്തത്. ആ കുങ്കുമം തൊട്ട് കഴിഞ്ഞ പിന്നെ ഉണ്ണിമോൾക്ക് ബ്രഹ്മരക്ഷസിനെ കാണാൻ പറ്റിയത്. അതാ ബ്രഹ്മരക്ഷസിന് മനസ്സിലായിട്ടുമുണ്ട് ആ കുങ്കുമത്തിന്റെ ശക്തി എത്രമാത്രമാണ്. ദേവിയുടെ കുങ്കുമം തൊട്ടുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, ഉണ്ണിമോൾക്ക് കാണാൻ പറ്റിയത്. പക്ഷെ ഗിരിദേവ, അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഈ കുങ്കുമത്തിന് ശക്തി എത്ര സമയം വരെ നിൽക്കുമെന്ന് ചോദിക്കുകയാണ്. അതോർത്ത് പേടിക്കണ്ട, ഇനി നാളെ രാവിലെ വരെ അതിന്റെ ശക്തി നിൽക്കും. നാളെ രാവിലെ ഇനി അടുത്ത ഒന്നുകൂടെ ആ കുങ്കുമം തൊട്ട് കൊടുത്താൽ മതി, പിന്നെ ഉണ്ണിമോൾക്ക് വീണ്ടും ശക്തി കിട്ടുമെന്ന് പറയാണ് ബ്രഹ്മരക്ഷസിനെ കാണാനായിട്ടുള്ള. ഈ സമയം ഉണ്ണിമോൾ തിരികെ അവരുടെ അടുത്തേക്ക് വരുവാണ്. എന്ത് പറ്റി ഉണ്ണിമോൾ, എന്താ തിരിച്ചു വന്നേ? അതെ ഞാൻ ചോദിച്ചിട്ട് ബ്രഹ്മരക്ഷസ് അല്ല സോറി, ആ അപ്പൂപ്പനൊന്നും മിണ്ടണില്ല എന്ന് പറയാണ്. മിണ്ടുന്നില്ല? അതെന്താ? അതെനിക്ക് അറിയത്തില്ല. ഇനി എന്നോട് വല്ല പിണക്കമാണ്? ഉണ്ണിമോളെ ആദ്യമായിട്ട് കാണുന്നല്ലേ, പിന്നെ എന്തിനാ അപ്പൂപ്പൻ പിണങ്ങണേ? ഒരു പക്ഷേ ഇനിയിപ്പോ തമ്പുരുമോളെ പോലെ സംസാരശേഷി ഇല്ലാത്താണെങ്കിലും അപ്പൂപ്പന് പാവര്. അത് ശരിയാ ഉണ്ണിമോള് പറഞ്ഞേ, പക്ഷെ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നേ? ഗിരിദേവൻ പറഞ്ഞ ഒരു മാർഗമുണ്ട്. ബ്രഹ്മരക്ഷസിനോട് ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നോക്ക്. ബ്രഹ്മരക്ഷസിനോടല്ല സോറി, അപ്പൂപ്പനോട് ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നോക്ക്, അപ്പൊ അറിയാം സംസാരശേഷി ഉണ്ടോന്ന്. അതിനെക്കുറിച്ചൊക്കെ അറിവുള്ളവനാണെങ്കിൽ അതൊക്കെ പറയില്ലേ. ഞാൻ ഉണ്ണിമോൾക്ക് പറഞ്ഞുതരാം എന്ത് ചോദ്യം ചോദിക്കണമെന്ന്. ഉണ്ണിമോൾ അതുപോലെ തന്നെ പോയി ചോദിച്ചാൽ മതി എന്ന് പറയാണ്. അങ്ങനെ
ഉണ്ണിമോളെ ചോദ്യങ്ങളൊക്കെ പഠിപ്പിച്ച് നേരെ ബ്രഹ്മരക്ഷസിന്റെ അടുത്തേക്ക് ഗിരിദേവൻ പറഞ്ഞു വിടുവാണ്. അങ്ങനെ ബ്രഹ്മരക്ഷസിന്റെ അടുത്ത് ചെന്നപ്പോൾ ഉണ്ണിമോള് ചോദിച്ചു, അല്ല അപ്പൂപ്പൻ ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ടെ അപ്പൂപ്പൻ അതിന് മറുപടി തരുമോ, എനിക്ക് ഉത്തരം നൽകുമെന്ന് ചോദിക്കുകയാണ്. ഈ ഏകശ്ലോക രാമായണം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യം കേട്ടതും ബ്രഹ്മരക്ഷസ് തിരിഞ്ഞ് ഉണ്ണിമോളെ ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു. പിന്നീട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബ്രഹ്മരക്ഷന് സന്തോഷമായി. ഗിരിദേവൻ ബാബുരോട് പറയുകയും ചെയ്തു, ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന അയാൾക്ക് ഭയങ്കര ഇഷ്ടം, അയാൾ പണ്ഡിതനാണല്ലോ, അപ്പൊ ആ ജ്ഞാനിക്ക് അവളോട് സ്നേഹം തോന്നും, അങ്ങനെ അയാളെ കീഴടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു കാരണവശാലും അയാളുടെ മനസ്സ് കീഴടക്കാൻ പറ്റില്ല എന്ന് ഗിരിദേവൻ ബാബുരോട് പറഞ്ഞു. ഗിരിദേവന്റെ ഒരു തന്ത്രമായിരുന്നത് ഉണ്ണിമോളെ ബ്രഹ്മരക്ഷസനെ തമ്മിൽ അടുപ്പിക്കാനായിട്ടുള്ള, ബ്രഹ്മരക്ഷസനെ അവിടെ പിടിച്ചു നിർത്താനുള്ള. പിന്നീട് ബ്രഹ്മരക്ഷസ് അതിനുള്ള ഉത്തരം ഉണ്ണിമോൾക്ക് കൊടുക്കുവാണ്. ഏകശ്ലോക രാമായണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹനുമാന് ഒറ്റ ശ്ലോകത്തില് രാമായണ കഥ മുഴുവൻ പറയുന്നതെന്ന് പറയാണ്. അല്ല അതെന്താ അങ്ങനെ ഹനുമാൻ അങ്ങനെ പറഞ്ഞെന്ന് ഉണ്ണിമോള് ചോദിക്കുകയാണ്. ഉണ്ണിമോൾക്ക് എന്താ കാര്യം എന്നൊന്നും മനസ്സിലായില്ല. പിന്നീട് ബ്രഹ്മരക്ഷസ് പറയണം, ഏകശ്ലോക രാമായണത്തിൽ ഹനുമാൻ പറയുന്നത് ശ്രീരാമചന്ദ്രനും സീതാദേവിയും കൂടെ വനവാസത്തിന് പോയ ആ കഥകളും, പിന്നീട് ആ വനവാസത്തിന് പോയ സമയത്ത് ലക്ഷ്മണനെ മാത്രമേ കൂടെ കൊണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ, ഭരതനെ കൊണ്ടുപോയില്ല, അതറിയാലോ. അപ്പം ഭരതൻ ഈ കാര്യം ഹനുമാനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹനുമാനാണ് ഈ കഥകൾ മൊത്തം പറയുന്നത്. ശ്രീരാമൻ സീതയും വനവാസത്തിന് പോയതും പിന്നീട് അവിടെ വെച്ച് രാവണനെ വധിക്കുന്നേ ആ കഥകളൊക്കെയാണ് പറയണേ, ഒറ്റ ശ്ലോകത്തിൽ പറഞ്ഞ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ണിമോള് പറഞ്ഞു, അത് അപ്പൂപ്പൻ അറിയാമെന്ന് ചോദിക്കുകയാണ്. എനിക്കറിയാം എന്ന് പറഞ്ഞ് ബ്രഹ്മരക്ഷസ് എന്ത് ചെയ്യണം, അത് ഒറ്റ ശാസ്ത്രത്തിൽ ആ ശ്ലോകം അങ്ങോട്ട് ചൊല്ലുവാണ്. ശ്ലോകം കേട്ട് കഴിയുമ്പോൾ ഉണ്ണിമോൾക്കൊന്നും മനസ്സിലായില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബ്രഹ്മരക്ഷസിന് മനസ്സിലായി. ഒന്നും മനസ്സിലായില്ല മോൾക്കല്ലേന്ന് ചോദിക്കണം. ഇല്ല പൂപ്പ, അതാ ഞാൻ പറഞ്ഞത്. ഹനുമാൻ ആ കഥകൾ മൊത്തം ശ്രീരാമന് സീതയും വനവാസത്തിന് പോയതും അതിനുശേഷം രാവണനെ വധിച്ചതും ആ കഥകൾ മൊത്തമാണ് പറയണേ, ഭരതനോട് പറഞ്ഞു കേൾപ്പിക്കുന്നേ. അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഉണ്ണിമോൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ തന്നോട് സംസാരിച്ചല്ലോ. പിന്നീട് ഉണ്ണിമോള് തിരികെ വന്നിട്ട് ഗിരിദേവനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഗിരിദേവനെ മുമ്പ് തന്നെ ബാബുരോട് പറഞ്ഞായിരുന്നു, ഇനിയിപ്പോ ഏക മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോളാണ്. പിന്നീട് കാണിക്കുന്ന രാജീവിനെ അന്വേഷിച്ച് ഗുണ്ടകള് മനയിലേക്ക് വരുവാണ്. അപ്പൊ മനയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ തന്നെ കാര്യസ്ഥനും മോളെയും കൂടെ രാജീവിന്റെ ഫോട്ടോ കാണിക്കുവാണ്. എന്നിട്ട് ചോദിച്ചു, ഇയാൾ ഇവിടെ എങ്ങനെ വന്ന് റൂം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് കാര്യസ്ഥൻ പറഞ്ഞു, അതെന്ന് പറയാൻ വന്നപ്പോഴത്തേനും മോള് പറഞ്ഞു, ഇല്ലില്ല അയാൾ ഇവിടെ വന്ന് റൂം എടുത്തിട്ടില്ലെന്ന് പറയാണ്. എന്നൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഇയാളെ കുറിച്ച് അന്വേഷിക്കാൻ വന്നാ. അല്ലെ എന്താ സാറേ, എന്താ പ്രശ്നം എന്ന് കാര്യസ്ഥൻ ചോദിക്കുകയാണ്. അതൊക്കെ നിങ്ങളോട് പറ്റുന്ന കാര്യമില്ല, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് ഇവിടെ ഒരു റൂം വേണമെന്ന് പറയാണ്. അതിനെന്താ ആയിക്കോട്ടെ എന്ന് പറയണം. അങ്ങനെ അവരും അവിടെ ഒന്ന് റൂം എടുക്കുവാണ്. ഇത് പക്ഷെ രാജീവൻ അറിയത്തില്ല. കാര്യസ്ഥന്റെ മോൾക്ക് മനസ്സിലായി, ഇത് നല്ല പറ്റിയ സമയം തന്നെയാ, ഇവിടെയുള്ള തങ്ങൾക്കുള്ള തുണയാന്നുള്ള കാര്യം മനസ്സിലായി. ഈ സമയം ദേവികമ്മയും അനുപമയുടെ ക്ഷേത്രത്തിൽ ഇരിക്കുമായിരുന്നു. പിന്നീട് തിരുമേനി ഒരാളെയും കൊണ്ട് ദേവികമ്മയുടെ അനുപമയുടെ അടുത്തേക്ക് വരുവാണ്. അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും തിരുമേനി അയാളെ പരിചയപ്പെടുത്തുവാണ്. ഇത് ശർമാജി, വലിയൊരു ജോത്സ്യനാന്ന് പറയാണ്. ആരെ കാണാതെ പോലും എല്ലാവരും എത്തുന്ന ശർമാജിയുടെ അടുത്തേക്കാണ്. ശർമാജി പ്രശ്നം വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കബഡി ഒന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ പുറപ്പെട്ടു പോയ ആൾക്കാരെ കുറിച്ചുള്ള കൃത്യമായിട്ട് വിവരം കിട്ടും. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അവർ തിരിച്ചു വരുമോ എന്നെല്ലാം അറിയാൻ പറ്റും. നിങ്ങളുടെ മോനെ കുറിച്ചുള്ള വിവരം കബഡി നിരത്തി നോക്കി ശർമാജി പറയൂന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവയമ്മയ്ക്കും അനുപമയ്ക്കും ഭയങ്കര സന്തോഷമായി. പെട്ടെന്ന് ദേവയമ്മ പറഞ്ഞു, അതെ ഒത്തിരി സഹായം ഉണ്ട് കേട്ടോ, നന്ദിയുണ്ട്, ഈ സമയത്ത് തന്നെ തിരുമേനി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നല്ലോ. പിന്നീട് ജോത്സ്യ ചോദിക്കുന്നത്, അല്ല ആ പുറപ്പെട്ടു പോയ ആളുടെ നാളും പേരും ഒക്കെ ഒന്ന് പറയാമെന്ന് ചോദിക്കുകയാണ്. രാജീവൻ 38 വയസ്സ്, ചിത്തിരി നക്ഷത്രമാണെന്ന് പറയണം. ഈ സമയം തിരുമേനി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് മാറി എന്ന് പ്രശ്നം വെക്കാം, കവടി നിരത്തി നോക്കാൻ അവിടെ പറ്റിയ സ്ഥലം എന്ന് പറയണം. പെട്ടെന്ന് ദേവികമ്മ മുഖം ഇങ്ങനെ തുടയ്ക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ജോത്സ്യൻ ചോദിച്ചു, എന്ത് പറ്റിയ അമ്മേ, എന്താ മോൻ തൂത്തേന്ന് ചോദിക്കുകയാണ്. എന്തോ ചെലന്തിവല പോലെ എന്തോ ഒന്ന് മുഖത്ത് വന്ന് തടഞ്ഞ പോലെ തോന്നി, അതാന്ന് പറയാണ്. ഇത് കേട്ടാൻ ജോത്സ്യൻ പറഞ്ഞു, ഇനിയിപ്പോൾ പ്രശ്നം വെച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളുടെ മോൻ വലിയൊരു അപകടത്തിൽ പെട്ടേക്കുമെന്ന് പറയാണ്. അല്ല അതെങ്ങനെ മനസ്സിലായി? ഇപ്പൊ തന്നെ കണ്ടില്ലേ, പ്രശ്നം വെച്ച് നോക്കാൻ തുടങ്ങിയപ്പോ തന്നെ ആ മുഖത്ത് ചെലന്തിവല വന്ന് പെട്ടത്. ചെലന്തിവലയ്ക്കുള്ളിൽ ഒരു പ്രാണി പെട്ടിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്താണെന്ന് അറിയാലോ, അതിന് അപകടം ഉറപ്പാ. അപ്പൊ അതേ അവസ്ഥയിൽ തന്നെ നിങ്ങളുടെ മോന്, അതുകൊണ്ട് ഇനിയിപ്പൊ പ്രശ്നം വെച്ച് നോക്കണ്ട, ഞാൻ അങ്ങോട്ട് പോയേക്കു എന്ന് പറയാണ്. ദേവൻ പറഞ്ഞു, അയ്യോ ജോത്സ്യൻ അങ്ങനെ പോവരുത്, എന്ത് ചെയ്യണമെന്ന് എനിക്കൊന്ന് പറഞ്ഞാട്ടെ, എന്റെ മോൻ എന്ത് സംഭവിച്ചെന്ന് അറിയണോന്ന് പറയാണ്. പെട്ടെന്ന് അനുപമ അത് തന്നെ പറയാണ്. ഇത് കേട്ടൻ ജോത്സ്യൻ പറഞ്ഞു, ഇനിയിപ്പം ഞാനൊന്നും പറഞ്ഞുകൊണ്ടായില്ല, അയാൾ ഒരു വലിയ അപകടത്തിൽ പെട്ടുപോയേക്കുക, അയാളെ രക്ഷിക്കാനായിട്ട് ഇനിയിപ്പോൾ ദേവിയോട് പ്രാർത്ഥിക്കുക, അത് മാത്രമേ ഉള്ളൂ
എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ദേവയും പറഞ്ഞു, ദക്ഷിണയൊന്നും വേണ്ട, അതിന് ഞാൻ കബഡി നിരത്തിയില്ലോ, കബഡി നിരത്തിയാൽ മാത്രം എനിക്ക് ദക്ഷിണ തന്നാൽ മതി, ഞാൻ പോയേക്ക് വന്ന് പറഞ്ഞ് പുള്ളി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാട് സങ്കടപ്പെട്ട അനുപമ ഇരുന്ന് കരയുവാണ്. അനുപമയോട് സങ്കടപ്പെടേണ്ട മോളെ, രാജീവിന് ഒന്നും സംഭവിക്കില്ല, നമ്മൾ ദേവിയുടെ നടയിലല്ലേ ഇരിക്കണേ, നമുക്ക് ദേവിയോട് പ്രാർത്ഥിക്കാന്ന് പറയാം. അമ്മയ്ക്കറിയാലോ ഞാൻ രാജീവേട്ടനെ കുറിച്ച് അറിയാനായിട്ട് എങ്ങോട്ട് വന്നേ, ഗിരിദേവന് മാത്രം ഇനി രക്ഷിക്കാൻ പറ്റുള്ളൂ, ഗിരിദേവൻ എന്തേലും ചെയ്താൽ മാത്രം. എൻ്റെ അഖിൽമോനെ തിരിച്ചു തന്ന ഗിരിദേവനാണ്, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഗിരിദേവനാണ്. ഗിരിദേവൻ എന്ന അഖിൽമോനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഭൂമി ജീവനോടെ കാണില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഗിരിദേവനെ കാണണം, അമ്മ എവിടെയാണെന്ന് പറഞ്ഞു തന്നാൽ മതി. എനിക്കറിയില്ല മോളെ, അവർ രണ്ടുപേരും കൂടെ പോയേക്കുന്നേ, എങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ല, വരുമായിരിക്കും, നമുക്കിവിടെ ഇരിക്കാന്ന് പറയാണ്. അങ്ങനെ അനുപമയും ദേവകിയമ്മയും ഇരിക്കുവാണ്. ഈ സമയത്ത് രാജീവൻ എന്ത് ചെയ്യാണ്, പുറത്തേക്ക് കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ കാഴ്ചകൾ നീക്കി പെട്ടെന്ന് രാജീവൻ ആ കാഴ്ച കാണുന്നേ തൻ്റെ പിന്തുടർന്ന് വന്ന ഗുണ്ടകളെ കാണുവാണ്. അങ്ങനെ രാജീവൻ പുറത്തേക്ക് രക്ഷപ്പെടാനായിട്ട് തുടങ്ങുവാണ്. ഈ സമയത്ത് എന്ത് ചെയ്യുവാണ്, കാര്യസ്ഥൻ്റെ മോള് രാജുവിന് മുറിക്കകത്ത് കയറിയിട്ട് ആ ബാഗ് എടുക്കുക, ബാഗിനകത്ത് പണമൊക്കെ നോക്കുക, കൊള്ളാം, അതിനകത്ത് കുറെ പൈസ ഇങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാജീവൻ പുറത്തേക്ക് അങ്ങ് ഇറങ്ങുന്നത്. രക്ഷപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് ഗുണ്ടകൾ ഇങ്ങോട്ട് കയറി വരുന്ന കണ്ടു. പെട്ടെന്ന് രാജീവൻ ഓടി വന്ന് മുറിയിലേക്ക് കയറുവാണ്. കാര്യസ്ഥന്റെ മോള് എന്ത് ചെയ്യുവാണ്, ആ പണം എല്ലാം കൂടെ പെട്ടെന്ന് ബാഗിനകത്തേക്ക് വെച്ചിട്ട് ബാഗ് താഴേക്ക് എടുത്ത് വെച്ച് ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്ന പോലെ അവിടെ കാണിച്ചുകൊണ്ട് നിന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അപ്പൊ ഗുണ്ടകൾ അങ്ങോട്ട് കയറി വരുന്നപ്പോൾ രാജുവിന്റെ ഉള്ളിൽ ഒരു ആന്തലായി. അവന്മാര് മുറി അന്വേഷിച്ച് വന്നായിരുന്നു, ഏതാ മുറിയും നോക്കിക്കൊണ്ട് വന്നായിരുന്നു. അവന്മാര് അവിടെ തന്നെയുള്ള റൂം എടുത്തേക്കുന്നത്. അപ്പൊ രാജുവിനോർത്ത്, ഇനി എന്റെ ദൈവമേ എന്ത് ചെയ്യും ഭഗവാനെ, എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ, അവന്മാർ ഇവിടെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്, എനിക്കിനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിൽ രാജീവൻ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.